ണ്ട് കണ്ണൂരിൽ യുവതിയോട് അപമര്യാദയെ പെരുമാറിയതിന് അറസ്റ്റിലായ കാസർഗോഡ് കേന്ദ്ര സർവകലാശാല അധ്യാപകനെതിരെ നടപടി. ഇഫ്തിഖാർ അഹമ്മദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ബൈജു തുടരുന്നു. ബൈജു, എന്തൊക്കെയാണ് വിവരങ്ങൾ? കണ്ണൂർ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിൽ വെച്ചായിരുന്നു ഈ സംഭവം. വേവ് പൂളിൽ വെച്ച് മലപ്പുറം സ്വദേശിനിയായ 22-കാരിയെ കയറി പിടിക്കുകയും അതിനെ തുടർന്ന് ഈ പെൺകുട്ടി ബഹളം വെക്കുകയും പാർക്ക് അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ഇയാൾക്കെതിരെ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം തടയൽ നിയമപ്രകാരം കേസെടുത്ത് റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർവകലാശാല ഇത് സംബന്ധിച്ച തീരുമാനം അറിയിച്ചിരിക്കുന്നത്. ഇഫ്തിഖാർ അഹമ്മദിനെ സസ്പെൻഡ് ചെയ്തതായി ഈ കേന്ദ്ര സർവകലാശാല അറിയിക്കുന്നു. ഇയാൾക്കെതിരെ നേരത്തെയും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ പരാതി ഉണ്ടായിരുന്നു. ഈ കേന്ദ്ര സർവകലാശാലയിൽ തന്നെ വിദ്യാർത്ഥികൾ, അതായത് 43 വിദ്യാർത്ഥികളിൽ 33 വിദ്യാർത്ഥിനികളാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നത്. ആ കേസിൽ ബേക്കൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു, റിമാൻഡിലായിരുന്നു. പിന്നീട് അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തതായി കേന്ദ്ര സർവകലാശാല അറിയിക്കുന്നു. നേരത്തെ 3 തവണ സസ്പെൻഷൻ നേരിട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും ഈ കേന്ദ്ര സർവകലാശാലയിലേക്ക് ഇയാൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ അന്ന് ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ വീണ്ടും ഇഫ്തിഖാർ അഹമ്മദ് കേന്ദ്ര സർവകലാശാല സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എൽദോ, ശരി ബൈജു. എന്താണെങ്കിലും ഈ ഒരു തവണ തെറ്റ് ചെയ്തു അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിനെതിരെ കടുത്ത നടപടി വേണം എന്നുള്ളത് തന്നെയായിരിക്കണം ഒരു പൊതുചിന്ത. ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്.